പെട്ട കൂട്ടുകാരെ, ഇതുണ്ടോ, എല്ലാവരും പതുക്കെ അകത്തോട്ട് വന്ന് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ രാവിലെ തിന്നാനൊക്കെ കൊടുത്ത് തുറന്നു വിട്ടതാണ്. ഒരാളും രണ്ടാളും ഒന്നുമല്ല. അപ്പോൾ ഇതിലൊക്കെ കൂടുതൽ എന്ത് സ്നേഹമാണ്. ചില റോഡിൽ കൂടെ പോകുന്നവരെ വിളിച്ച് വീട്ടിനകത്തോട്ട് കയറ്റി ഇരുത്ത് അന്തി ഉറങ്ങാനൊക്കെ കൊടുത്ത് 2-3 ദിവസം അവരിവിടെ ഇരുന്ന് ലാസ്റ്റ് നമ്മളിൽ നിന്ന് അവരാരാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ വൈകും. അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വലിയ കുറ്റക്കാരാവും. ഇതെൻ്റെ ഞാൻ വളർത്തുന്ന കുട്ടികളാണ് കേട്ടോ. ഇതുണ്ടോ, എല്ലാം കയറി വന്ന് കാവൽ നിൽക്കുന്നുണ്ടോ. പെരയ്ക്കകത്ത് ഇതാ ആ അടുപ്പിൻ്റെ അവിടെയൊക്കെ പോകും അവർ. ഞാനിപ്പോൾ പെരയ്ക്കകത്തോട്ടാണ് പോകുന്നതെങ്കിൽ, ഹാളിലോട്ടാണ് പോകുന്നതെങ്കിൽ പുറകിന് വരും, എല്ലാം കയറി വരും. പൂച്ച ഉണ്ടെങ്കിൽ മാത്രമേ വിഷയമുള്ളൂ. പൂച്ച പുറത്താണ് ഇപ്പം, അതുകൊണ്ടാണ് ഈ വന്ന് നിൽക്കുന്നത്. പക്ഷെ എന്നാലും പൂച്ച പിടിക്കില്ല കേട്ടോ, ഇതുവരെ പിടിച്ചിട്ടില്ല. ഒരിക്കൽ പിടിക്കാനായിട്ട് പോയി, ഒരെണ്ണത്തിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നല്ല 2-3 തല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ശരിയായി. വെറുതെ ഒരാളെ പിടിച്ച് തിന്നു, പകുതി തിന്നു. ഉണ്ടോ, എന്ത് സ്നേഹമാണെന്ന് നോക്കിക്കോണേ. 10-30 ഉണ്ട്. എല്ലാവരും ഒന്നും താഴോട്ടിറങ്ങിയൊന്നുമില്ല. എൻ്റെ ഇപ്പോഴും പ്രസവിച്ച് കൂട്ടിനകത്ത് വിരിഞ്ഞ് കൂട്ടിനകത്ത് കിടപ്പുണ്ട്. 5-6 സെക്ഷനായിട്ട് കിടപ്പുണ്ട്. എല്ലാം ഈ 2 ഒരെണ്ണവും വീതം അങ്ങനെ നിൽക്കുവാണ്. എന്തൊരു സ്നേഹമാണെന്നറിയാമോ. നമ്മൾ തിന്നാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒപ്പത്തിനൊപ്പം ഉണ്ടാവും. എന്തായാലും നമുക്കൊരു ഇച്ചിരി അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആടുകളെ കൊണ്ട് കാട്ടിലോട്ട് പോകേണ്ട സമയമായി. മഴ ഇച്ചിരി മാറി നിൽപ്പുണ്ട്. അപ്പോഴത്തേന് നിൽക്കണമാണ്. ഉണ്ടോ, ശരി എന്നാൽ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് സബ് ചെയ്യിപ്പിക്കണം. നമ്മൾ ഇതിനകത്തൊരു വരുമാനത്തിന് വേണ്ടിയല്ല, ഇതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ.